അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്മത്തുൽ അംബിയാ, അംബിയാക്കളുടെ പാപസുരക്ഷിതത്വം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിക ശർഅ കൊണ്ട് മുഫസ്സിറുകൾ അംബിയാക്കളെ അവിടുന്ന് വിശദീകരിച്ചിരിക്കുന്നതായി കാണാം. വറസൂലു ഹുവ ഇൻസാനും സക്കറുൻ ഹുറുൻ ഔഹല്ലാഹു ഇലൈഹി ബിശർഇൻ വഅംരിൻ ബിതബ്ലീഹി വഅമൻ നബിയ്യു ഇൻസാനും സക്കറുൻ ഹുറുൻ ഔഹല്ലാഹു ഇലൈഹി ബിശർഇൻ വലം യുഅ്മർ ബിതബ്ലീഹ്. വഹി ലഭിക്കുകയും അതിലൂടെ ഇതരർക്ക് ആ വഹി ലഭിച്ചത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൽപ്പന ഉള്ളവരെയാണ് റസൂൽ എന്ന് പറയുന്നത്. വഹി ലഭിക്കുകയും തബ്ലീഗ് കൊണ്ട് കൽപ്പന ഇല്ലാത്തവരെയാണ് നബി എന്ന് പറയുന്നത്. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ ലുഅത്തിൽ മുത്ലഖുൽ ഹിഫ്ള്, സംരക്ഷണം നൽകുക എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ ഇസ്തിലാഹിൽ ഹഫളല്ലാഹു ലിൽ അംബിയാഇ വമനാഹും മിന വഖൂഇ ഫിൽ മആസി, തെറ്റുകൾ സംഭവിക്കുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കുകയും അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇസ്തിലാഹിൽ ഇതിൻ്റെ അർത്ഥമായി പറഞ്ഞിരിക്കുന്നത്. പ്രവാചകത്വം ഒരിക്കലും ഇബാദത്ത് ഒരുപാട് ചെയ്തതുകൊണ്ടോ ഒരു അനന്തരമായിട്ടോ ധാരാളം സമ്പത്തുള്ളത് കൊണ്ടോ നമുക്ക് ലഭ്യമല്ല. മറിച്ച് വല്ലാഹു യഖ്തസു ബിറഹ്മതി മയ്യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അവൻ നിയോഗിക്കുന്ന ആളുകൾക്ക്, അവൻ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവൻ്റെ റഹ്മത്ത് കൊണ്ടാണ് ലഭിക്കുക. എന്തിനാണ് ധാരാളം അമ്പിയാക്കൾ നിസ്കാരം നിർബന്ധമാണ്, വ്യഭിചാരം ഹറാമാണ് എന്ന് പറയാൻ ഒരു ബുദ്ധിയുള്ള ആൾക്ക് സാധിക്കുകയില്ല. മറിച്ച് അതിന് അമ്പിയാക്കൾ അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും മധ്യവർത്തിയിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത്. അസ്രായീൽ അലൈഹി ഇസ്ലാമിനെ റൂഹ് പിടിക്കാൻ ഏൽപ്പിച്ചതുപോലെ അമ്പിയാക്കളെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിച്ചവരാണ്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ നിയോഗിച്ച ഇവർ തർബിയത്ത് പൂർണ്ണമാവേണ്ടതുണ്ട്. അവർ തർബിയത്ത് പൂർണ്ണമായിട്ടില്ലെങ്കിൽ അവർ മറന്നോ ഉറപ്പായതുകൊണ്ടോ നുബുവത്തിന് മുമ്പോ ശേഷമോ ആയി ഏതെങ്കിലും തെറ്റ് ചെയ്യൽ കൊണ്ട് അമ്പിയാക്കൾ പാപ സുരക്ഷിതരാണ് എന്ന് പറയേണ്ടി വന്നാൽ അള്ളാഹുവിൻ്റെ തർബിയത്ത് അവിടെ പൂർണ്ണമായിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അമ്പിയാക്കൾ പാപസുരക്ഷിതനാണ് എന്ന് പറയുന്ന ഒരുപാട് അക്ലിയും നക്ലിയുമായ ഒരുപാട് തെളിവുകൾ നമുക്ക് നിരത്താൻ സാധിക്കും. സൂറത്തുൽ അൻആമിൻ്റെ 85, 86, 87 ആയത്തുകളിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ നിന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. വദക്കരിയ വയഹ്യ വഈസ വഇല്യാസ കുല്ലും മിനസ് സ്വാലിഹീൻ വഇസ്മാഈല വഅല്യസ വയൂനുസ് വലൂതൻ വകുല്ലം ഫളൽനാ അലൽ ആലമീൻ വമിൻ ആബാഹിഹിം വദുർരിയാതിഹിം വഇഖ്വാനിഹിം വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം. അവർ മുഴുവനും സാലിഹീങ്ങളാണ്, ചൊവ്വായ മാർഗത്തിലേക്ക് അള്ളാഹു നയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് പാപം സംഭവിക്കുകയില്ല. അങ്ങനെ അള്ളാഹു ആരെങ്കിലും ഒരുത്തൻ അവർക്ക് പാപം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു കളവ് പറഞ്ഞു എന്ന് പറയേണ്ടി വരും. മാത്രമല്ല ഹജ്ർ സൂറത്തിലൂടെ അവിടെ നിന്ന് ഇബ്ലീസ് പരാമർശിച്ചതായി കാണാം. വലഉവിയന്നഹും അജ്മഈന ഇല്ലാ ഇബാദിക മിൻഹുൽ മുഖ്ലസീൻ. തെറ്റുകൾ ശൈത്താൻ പിഴപ്പിക്കും, എന്നാൽ നിഷ്കളങ്കരായ സഹബാദികളായ അടിമകളെ അവിടെ നിന്ന് പിഴപ്പിക്കാൻ സാധിക്കുകയില്ല. ഈ ഭാഗത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു വഉം അംബിയാ, അവരെ അമ്പിയാക്കളാണ് എന്ന് അവിടെ നിന്ന് പരാമർശിച്ചതായി കാണാൻ സാധിക്കും. മാത്രമല്ല മുഖ്ലിസീൻ എന്ന പ്രയോഗം സൂറത്തുൽ യൂസഫിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല യൂസുഫ് നബിയെ കുറിച്ച് പരാമർശിച്ചതായി കാണിക്കും. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. മാത്രമല്ല മൂസാ നബിയെ കുറിച്ചും ഇന്നഹു കാന മുഖ്ലിസൻ വകാന റസൂലൻ നബിയ, അങ്ങനെ ഇസ്ഹാഖ് നബിയെ കുറിച്ചും ഇബ്രാഹിം നബിയെ കുറിച്ചും യാക്കൂബ് നബിയെ കുറിച്ചും ഖുർആനിൽ ഖാലിസ് മുഖ്ലിസി എന്ന പ്രയോഗങ്ങൾ പ്രയോഗിച്ചതായി കാണാൻ സാധിക്കും. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഇബ്ലീസിന് മുഖ്ലിസീങ്ങളെ പഴപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ മുഖ്ലിസീങ്ങൾ ആരാണ്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവർ അമ്പിയാക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. എന്നാൽ അഖിലിയായ തെളിവുകൾ കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം നിരത്താൻ സാധിക്കും. പ്രവാചകർ പ്രബോധനം കൊണ്ട് കീർത്തിക്കപ്പെട്ടവരാണ്. അവർ പാപികളായാൽ അള്ളാഹു പറഞ്ഞത് കൊടുത്തതിൽ നാം എങ്ങനെ വിശ്വസിക്കും? അവർ പറയുന്നത് ശരിയാണെന്ന് നാം എങ്ങനെ മനസ്സിലാക്കും? അള്ളാഹുവിൻ്റെ പൂർണ്ണമായി അറിഞ്ഞവർക്ക് മാത്രമേ അള്ളാഹു നുബുവത്ത് കൊടുക്കുകയുള്ളൂ. അങ്ങനെ അള്ളാഹുവിനെ പൂർണ്ണമായി അറിഞ്ഞു എന്നുള്ളവർ, അള്ളാഹുവിൻ്റെ നൂറിനെ മനസ്സിലാക്കി എന്നവർ ലായൂത്തിലിയാസി, അവർക്ക് അള്ളാഹുവിൻ്റെ നൂറിനെ എത്തിച്ചു കൊടുക്കുകയില്ല. അങ്ങനെ നൂറിനെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പാപസുരക്ഷിതരായിരിക്കും. മാത്രമല്ല അമ്പിയാക്കൾ മുഴുവനും അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിച്ചവരാണ്. അങ്ങനെ അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ് പാപികളാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ അള്ളാഹു പറഞ്ഞതിനെ അള്ളാഹുവിന് അശ്രദ്ധ സംഭവിച്ചു അവിടെ നിന്ന് പറയേണ്ടി വരും. മാത്രമല്ല ആ അശ്രദ്ധ സംഭവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മുഹാലായ കാര്യമാണ്. ഇനി വേണ്ട, ബുദ്ധിയുള്ളവർക്ക് തന്നെ ഏറ്റവും
ബുദ്ധിയുള്ളവരായ അമ്പിയാക്കൾ. ബുദ്ധിയുള്ളവർ ഒരു തെറ്റ് ചെയ്താൽ അതിനെ വെറുക്കും. ആ ബുദ്ധിയുള്ളവരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാരായ അമ്പിയാക്കൾ അവരെങ്ങനെയാണ് തെറ്റുകൾ ചെയ്യാൻ സാധിക്കുക? ഇതൊന്നും മനസ്സിലാകാതെ കൃത്യമായി പഠിക്കാതെ അമ്പിയാക്കൾ പാപികളാണ് എന്ന് വിമർശിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. അത് നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്നതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫത്ഹ് സൂറത്തിൽ പരാമർശിച്ചതുപോലെ ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ കാണാം. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, അത് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞത്, ഈ സ്വർഗത്തിലുള്ള മുഴുവനും നീ ഭക്ഷിച്ചോ, ഈ മരം ഒഴികെ. ഈ മരം ഭക്ഷിച്ചാൽ നീ ഭൂമിയിലേക്ക് പോകേണ്ടി വരും. അവിടെ ഔലയെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്, അല്ലാതെ പാപം ചെയ്തു എന്നുള്ളതല്ല. പാപം ചെയ്തു എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള ഭയം മൂലം, നിഷ്കളങ്കത മൂലം, സൂക്ഷ്മത മൂലമാണ് അവിടുന്ന് ആദം നബി അലൈഹിസ്സലാം അവിടുന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് മടങ്ങിയത്. ഫത്ഹ് സൂറത്തിന്റെ 2-ാമത്തെ ആയത്തിലൂടെ അവിടെ പറയുമ്പോൾ അള്ളാഹു പൊറുക്കാൻ വേണ്ടി, അള്ളാഹു പുറത്തു തരാൻ വേണ്ടി മുൻപൊഴിഞ്ഞ കുറ്റങ്ങളെയും പിൻകഴിഞ്ഞ കുറ്റങ്ങളെയും ആ കുറ്റങ്ങളെ പൊറുക്കാൻ വേണ്ടി എന്ന് പലരും വ്യാഖ്യാനിക്കുന്നതായി കാണാം. എന്നാൽ അവിടെ ദുനിയാവിയും മുഖ്റവിയുമായ മുഴുവൻ വിജയവും ഞാൻ അങ്ങേക്ക് നൽകി, കാരണം മുഴുവൻ പാപത്തിൽ നിന്നും അങ്ങയെ സംരക്ഷിച്ചിട്ടുണ്ടല്ലോ എന്നാണ് അതിന്റെ അർത്ഥം. ഒഫറിനിക്ക് സത്തറിന്റെ മാനയാണെന്നറിയാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് പലരും വാദിക്കുന്നത്. അതുകൊണ്ട് അമ്പിയാക്കൾ പാപ സുരക്ഷിതരാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.